ഇന്ന് കടന്നു വന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറുന്ന നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അത് അത്രത്തോളം മനസ്സിലാകുമോ എന്ന ഒരു ഭയം എനിക്കുണ്ട്. കാരണം അതെക്കുറിച്ച് ഈ വിഷയത്തെ സംബന്ധിച്ച് പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്ത ആളുകൾക്കാണ് ഇത് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സാധാരണ വിശ്വാസികൾ ഈ വിഷയത്തെ സംബന്ധിച്ച് അങ്ങനെ പരിചയമുള്ള ആളുകളല്ല. പുതിയ വിശ്വാസികളാണ് എങ്കിൽ നിങ്ങൾ ഈ ആശയങ്ങൾ ഇതിനു മുൻപ് കേട്ടിട്ടുള്ള ആളുകളുമല്ല. എന്നാൽ ഗൗരവമായി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന സഹോദരങ്ങൾ ഈ ക്ലാസ്സിൽ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. ദൈവവചനത്തിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് അന്യോന്യം ചർച്ച ചെയ്യുന്നതിനും പരസ്പരം ആ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുമുള്ള ഒരു തുറന്ന ഒരു മനസ്സ്, അങ്ങനെ ഒരു വേദി നമുക്ക് ആവശ്യമാണ്. ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ഗ്രഹിക്കുന്ന കാര്യങ്ങൾ ശരിയായ നിലയിൽ തന്നെയാണോ ഗ്രഹിച്ചിരിക്കുന്നത് എന്ന് അന്യോന്യം നമുക്ക് പരിശോധിക്കാമല്ലോ. എന്നാൽ പലപ്പോഴും നമ്മുടെ സഹോദരങ്ങൾ എല്ലാവരും ഒന്നും അങ്ങനെ മനസ്സ് വയ്ക്കുന്നില്ല. എനിക്കും ആ പരാധീനതയുള്ള ആളാണ് കേട്ടോ. ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്നെ ചോദ്യം ചെയ്യുന്ന ആളുകളെ അങ്ങനെ കേൾക്കുന്നതും അവരുടെ വിമർശനം ക്രിയാത്മകമായി സ്വീകരിക്കുന്നതും ഒക്കെ ബുദ്ധിമുട്ടാണ്, ഇതെനിക്കറിയാം. എന്നാൽ ആ മനസ്സ് നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. 1 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായത്തിൽ നിന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളോട് സംസാരിച്ചല്ലോ. അപ്പോൾ ആത്മവരങ്ങളുടെ ചില പ്രത്യേകതകൾ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം ആത്മവരങ്ങളുടെ ഒരു ലിസ്റ്റ് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ആത്മവരങ്ങൾക്ക് അതിൻ്റെ പ്രാധാന്യം, ചില വരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്. അത് ആ വരങ്ങളുടെ പ്രത്യേകത കൊണ്ടാണ്, അല്ലാതെ അത് വരങ്ങൾ കിട്ടിയ ആളുകളുടെ എന്തെങ്കിലും പ്രത്യേകതയല്ല. ദൈവവചനത്തിലെ പ്രധാന ഒരു വരം എന്നത് ദൈവവചനം ദൈവസഭയ്ക്ക് പറഞ്ഞു കൊടുക്കുക, അതിനെ പഠിപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമാണ്. അപ്പം അതുകൊണ്ട് ആ വരം ലഭിച്ച ആളുകൾ അതിനെ ശ്രദ്ധിക്കണം, ആ വരങ്ങൾക്ക് മുൻഗണന കൊടുക്കണം എന്ന കാര്യം അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു. 1-ാമത് അപ്പോസ്തലന്മാർ, 2-ാമത് പ്രവാചകന്മാർ, 3-ാമത് ഉപദേഷ്ടാക്കന്മാർ എന്ന നിലയിൽ ആ വരങ്ങളുടെ പ്രാധാന്യത്തെ പൗലോസ് 1 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായത്തിൽ ഊന്നി പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ ഒരു സമാപ്തി പ്രസ്താവന എന്ന നിലയിൽ ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിക്കുക എന്ന് പറഞ്ഞാണ് താൻ അത് അവസാനിപ്പിക്കുന്നത്. വാഞ്ചിക്കുക എന്നുള്ള വാക്ക്, ആഗ്രഹിക്കുക എന്നുള്ള അർത്ഥം ആ വാക്കിന് ഉണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാൽ വാഞ്ചിക്കുക എന്ന വാക്കിന് പ്രാധാന്യം കൽപ്പിക്കുക എന്നുള്ള അർത്ഥവുമുണ്ട്. അപ്പം അത് ആ നിലയിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ശ്രേഷ്ഠ വരങ്ങൾക്ക്, ഏറ്റവും പ്രാധാന്യമേറിയ വരങ്ങൾക്ക് മുൻഗണന കൊടുക്കണം, അതിന് പ്രാധാന്യം കൽപ്പിക്കണം എന്ന കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുന്നത്. അപ്പം ആ വരങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പോൾ ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന എഫേസ്യർ 4-ാമത്തെ അധ്യായമാണ്. നമ്മളുടെ മധ്യത്തില് ഈ അധ്യായം വളരെയധികം ചർച്ചയ്ക്ക് വിധേയപ്പെട്ടിട്ടുള്ള ഒരു അധ്യായമാണ്. അത് വീണ്ടും ചർച്ച ചെയ്യേണ്ടത് ആവശ്യമായിരിക്കുന്നു. കാരണം അതിനെ സംബന്ധിച്ച് ഒരു കൺസെൻസസ് നമ്മുടെ മധ്യത്തിൽ ഉണ്ടായിട്ടില്ല. നമ്മളുടെ മധ്യത്തിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു സംയോജനം, അല്ലെങ്കിൽ ആ വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു യോജിപ്പ് ഉണ്ടായിട്ടില്ല. ദൈവവചനത്തിലെ സത്യങ്ങൾ നമ്മൾ പരസ്പരം ചർച്ച ചെയ്ത് ആ വിഷയത്തിൽ ഒരു യോജിപ്പുണ്ടാക്കാൻ സാധിച്ചാൽ നല്ല കാര്യമാണ്. എന്നാൽ അങ്ങനെ യോജിപ്പ് വരുന്നില്ല എങ്കിൽ പോലും പരസ്പര ബഹുമാനത്തോടുകൂടെ ആ വിഷയത്തെ കൈകാര്യം ചെയ്യുകയാണ് എങ്കിൽ അത് പ്രയോജനകരമായിരിക്കും. അപ്പോസ്തലനായ പൗലോസ് ആത്മവരങ്ങളെ കുറിച്ച് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വേദഭാഗമാണ് എഫേസ്യ ലേഖനം 4-ാമത്തെ അധ്യായം. വിശേഷ 4-ാമത്തെ അധ്യായത്തിന്റെ 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ആത്മവരങ്ങളെ കുറിച്ച് വളരെ ഗൗരവമായ ഒരു ചർച്ച അപ്പോസ്തലനായ പൗലോസ് നടത്തുന്നുണ്ട്. അപ്പൊ അതാണ് ഇന്നത്തെ നമ്മളുടെ വിഷയം. എന്നാൽ ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് ഞാനൊരു മുഖവുര പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനത്തിന്റെ ആദ്യത്തെ 3 അധ്യായങ്ങളിൽ എങ്ങനെയാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും രക്ഷിച്ചത്,
അതിനായിട്ട് ദൈവം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എന്നതിനെക്കുറിച്ചും എങ്ങനെ ദൈവം നമ്മളെ ദൈവത്തിന്റെ സഭയുടെ ഭാഗമാക്കി തീർത്തിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ചും ആദ്യത്തെ 3 അധ്യായങ്ങളിൽ നമ്മളോട് ഉപദേശപരമായിട്ട് അതിൻ്റെ വേദശാസ്ത്രം, അതിൽ ദൈവം ചെയ്ത കാര്യങ്ങൾ താനെ വിവരിക്കുകയാണ്. അതിനുശേഷം 4, 5, 6 അധ്യായങ്ങളിൽ ദൈവത്തിന്റെ വിളി, ദൈവത്തിന്റെ ഈ തെരഞ്ഞെടുപ്പിന് അനുസൃതമായ രീതിയിൽ എങ്ങനെയാണ് തെരഞ്ഞെടുക്കപ്പെട്ട വിശ്വാസികൾ ജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് 4 മുതലുള്ള അധ്യായങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ 3 അധ്യായങ്ങളെ ദൈവത്തിന്റെ വിളിയെന്നും 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളെ ആ വിളിക്ക് അനുസൃതമായ നടപ്പ് എന്ന് നമുക്ക് വേർതിരിക്കാനായിട്ട് സാധിക്കും. ദൈവം വിളിച്ചതിന് യോജിക്കുന്ന നിലയിൽ നടക്കണം എന്നത് ദൈവവചനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ്. 4-ാമത്തെ അധ്യായത്തില് വിളിക്ക് യോജിച്ച നിലയിലുള്ള നടപ്പ്, യോജിച്ച വാക്കിംഗ് വേർതി ഓഫ് ദ കോളിംഗ്. വേർതി എന്ന് ഉപയോഗിക്കുന്ന വാക്ക് തുലാസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാമല്ലോ, തുലാസ് 2 തട്ടുകളാണ് അതിനുള്ളത്. ഒരു തട്ടില് ഉള്ള ആ കാര്യം അതിന് സമാനമായ രീതിയിലുള്ള ഭാരം മറുവശത്ത് വരണം. അപ്പോഴാണ് അത് ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അതിന്റെ വെയിറ്റ് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പോഴേ ദൈവത്തിന്റെ വിളി എന്നത് ഒരു തട്ടിൽ നമ്മൾ വെക്കുകയാണ് എങ്കിൽ അതിനനുസൃതമായിരിക്കുന്ന ജീവിതം അതിനോട് യോജിക്കുന്ന നിലയിൽ അതിന് തക്ക നിലയിൽ ക്രമപ്പെടണം എന്ന കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുന്നത്. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്ന ആദ്യത്തെ കാര്യം, അല്ലെങ്കിൽ എ വാക്ക് വർതി ഓഫ് ദ കോളിംഗ് ഓഫ് ഗോഡ്, ദൈവത്തിന് വിളിക്ക് അനുസൃതമായ നടപ്പിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല പൗലോസ് ആദ്യത്തെ 16 വാക്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. അത് ദൈവജനത്തിന്റെ മധ്യത്തിലുള്ള ഐക്യതയാണ്. വാക്കിംഗ് ഇൻ യൂണിറ്റി എന്ന് നമുക്ക് പറയാം. ദൈവമക്കൾ തമ്മിൽ യോജിച്ച് ദൈവത്തിന്റെ സഭയിൽ ഐക്യതയോടുകൂടെ നമ്മൾ ജീവിക്കണം. അത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ഐക്യതയോടുകൂടെ നിർവഹിക്കണം. ആ അധ്യായത്തില് 4-ാമത്തെ അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങളിൽ എങ്ങനെയാണ് ഈ ഐക്യത പ്രായോഗികമാക്കുന്നത്, ഈ ഐക്യത കൊണ്ട് എന്താണ് നേടിയെടുക്കാൻ സാധിക്കുന്നത് എന്നതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് വിവരിക്കുന്നു. അവിടെ 4-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ 6 വാക്യങ്ങൾ ഈ ഐക്യതയ്ക്ക് കാരണമായ നമുക്ക് അല്ലെ വിശ്വാസികളുടെ മധ്യത്തിലുള്ള ഐക്യതയ്ക്ക് കാരണമായ ഒരുപോലെയുള്ള കാര്യങ്ങൾ, അവരെ ഒരുമിപ്പിച്ച് ചേർക്കുന്ന ഒരുപോലെയുള്ള കാര്യങ്ങൾ, വിശ്വാസം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവം, സ്നാനം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച്, ഏതാണ്ട് 7 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾക്കെല്ലാം അത് ഒന്നുപോലെയാണ്. അതുകൊണ്ട് നമുക്ക് വ്യത്യസ്തമായിട്ട് നിൽക്കാൻ കഴിയുകയില്ല എന്ന കാര്യമാണ് ആദ്യത്തെ 6 വാക്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. എന്നാൽ അതിനുശേഷം താൻ പറയുന്നത് വ്യത്യസ്തമായിരിക്കുന്ന വരങ്ങളെ കുറിച്ചാണ്. ദൈവത്തിന്റെ സഭയില് നമുക്ക് യോജിക്കാൻ, അല്ലെ ഒരുപോലെയുള്ള അടിസ്ഥാനമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ദൈവത്തിന്റെ സഭയുടെ അംഗങ്ങൾ അല്ലെങ്കിൽ അവയവങ്ങൾ, ശരീരത്തിന്റെ അവയവങ്ങൾ എന്നുള്ള നിലയിൽ നമുക്ക് വ്യത്യസ്തമായ ദൗത്യം അല്ലെങ്കിൽ വ്യത്യസ്തമായ ജോലിയാണ് ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്നത് എന്ന കാര്യമാണ് താൻ 7 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്. അപ്പോഴേ ഈ വ്യത്യസ്തമായ വരങ്ങള് സഭയില് ഒരു അനൈക്യം ഉണ്ടാക്കുവാൻ ആവശ്യമില്ല, ആവശ്യമില്ലെന്നല്ല, അങ്ങനെ പാടില്ല. ഈ വ്യത്യസ്തമായ വരങ്ങളുടെ ഉദ്ദേശ്യം ദൈവത്തിന്റെ സഭയിലെ ദൈവ മക്കള് ഒരുമയോടുകൂടെ, അല്ലെങ്കിൽ അവരെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾ ചെയ്യുവാൻ പ്രാപ്തി പ്രാപിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിൽ അവർ ഒരുമിച്ച് എത്തിച്ചേരണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വരങ്ങൾ നൽകിയിരിക്കുന്നത് എന്ന കാര്യം അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയും. അപ്പോഴേ ഈ ആത്മവരങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ താൻ യഥാർത്ഥമായ പ്രധാനമായും ഈ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ ഈ ശ്രേഷ്ഠ വരങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങളെ കുറിച്ചാണ് താൻ ചർച്ച ചെയ്യുന്നത്. അല്ലാതെ ശുശ്രൂഷാവരങ്ങൾ, അല്ലെങ്കിൽ ആത്മീയ വർധനയ്ക്ക് ഉതകുന്ന, അല്ലെങ്കിൽ പ്രായോഗിക തലത്തിൽ സഹായവരം, അതുപോലെ ശുശ്രൂഷാവരം, പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ്, അങ്ങനെയുള്ളതായ കാര്യങ്ങളെ കുറിച്ചല്ല പൗലോസ് പറയുന്നത്. ഹീസ് ടോക്കിംഗ് അബൌട്ട് സ്പീക്കിംഗ് ഗിഫ്റ്റ്സ്. അദ്ദേഹം പ്രധാനമായും ഉപദേശങ്ങൾ പഠിപ്പിക്കുന്ന, ഉപദേശപരമായി സ്പീക്കിംഗ്, ആ നിലയിലുള്ള വരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായത്തിൽ പറയുന്ന ശ്രേഷ്ഠ വരങ്ങളെ കുറിച്ചുള്ള ചർച്ചയാണ് ഈ വേദഭാഗത്ത് പൗലോസ് നടത്തുന്നത്. ശ്രേഷ്ഠ വരങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ 1 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായത്തിൽ 3 വരങ്ങളെ കുറിച്ച് മാത്രമേ താൻ പറഞ്ഞുള്ളൂ. 1-ാമത് അപ്പോസ്തലന്മാർ, 2-ാമത് പ്രവാചകന്മാർ, 3-ാമത് ഉപദേഷ്ടാക്കന്മാർ. എന്നാൽ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അദ്ദേഹം അതിനോട് ചേർത്ത്
രണ്ട് കാര്യങ്ങൾ കൂടെ 3 2 5 അങ്ങനെ 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാര്, മൂന്നാമത് സുവിശേഷകന്മാര്, നാലാമത് ഉപദേഷ്ടാക്കന്മാര്, അഞ്ചാമത് ഇടയന്മാർ. അങ്ങനെ 5 കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അവിടെ ശ്രേഷ്ഠ വരങ്ങളിൽ താന് മുൻ പ്രസ്താവിച്ച വരങ്ങളോട് ചേർത്ത് സുവിശേഷകന്മാര്, ഇടയന്മാര് എന്ന് പറയുന്ന 2 വരങ്ങൾ കൂടെ ഈ വേദഭാഗത്ത് താന് പറയുന്നുണ്ട്. അതോട് ചേർത്ത് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്ന വേറെ ഒരു കാര്യം, 1 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായത്തിൽ ആത്മവരങ്ങള് പ്രധാനമായും പരിശുദ്ധാത്മാവ് നൽകുന്നു എന്ന നിലയിലാണ് നമ്മളോട് വായിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവും പിതാവായ ദൈവവും ഈ ആത്മവരങ്ങളുടെ കാര്യത്തിൽ കർത്താവിനും പങ്കുണ്ട് എന്നുള്ള കാര്യം താൻ സൂചിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും പ്രധാനമായും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് വരങ്ങൾ നൽകുന്നത് എന്നാണ് 1 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. എന്നാൽ എഫെസ്യർ 4-ാമത്തെ അധ്യായത്തിൽ ഈ വരങ്ങൾ നൽകുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തുവാണ് ഈ വരങ്ങൾ നൽകുന്നത് എന്ന കാര്യം പൗലോസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഊന്നലാണ്, ഒരു പ്രസ്താവനയാണ്. അത് വൈരുദ്ധ്യം ഉള്ള ഒരു പ്രസ്താവനയല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആത്മവരങ്ങള് ത്രിയേക ദൈവത്തിന്റെ പ്രവർത്തനമാണ്. അപ്പൊ അതില് പിതാവായ ദൈവവും കർത്താവായ യേശുക്രിസ്തുവും പരിശുദ്ധാത്മാവ് ഒരുപോലെ പ്രവർത്തിക്കുന്ന കാര്യമാണ്. കർത്താവായ യേശുക്രിസ്തുവാണ് ദാനങ്ങൾ ഇവിടെ നൽകുന്നതെങ്കിലും ആ ദാനങ്ങളെ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരുന്നത്, അത് പ്രയോജനകരമാക്കി തീർക്കുന്നത്, അതിനുള്ള ശക്തി പകരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ വരങ്ങള് 12-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ വരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായതാണ് എന്ന് ചിന്തിക്കാനുള്ള ആവശ്യമൊന്നുമില്ല. അവിടെ വരങ്ങൾ നൽകിയത് ഇത് പരിശുദ്ധാത്മാവാണ് എന്ന ഊന്നലാണ് അവിടെ കൊടുക്കുന്നതെങ്കിൽ, ഇവിടെ കർത്താവായ യേശുക്രിസ്തുവാണ് ആ വരങ്ങൾ നൽകുന്നത് എന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പൊ 7-ാമത്തെ വാക്യം മുതൽ 16-ാമത്തെ വാക്യം വരെ ഈ ആത്മവരങ്ങളെ വിശദീകരിക്കുന്ന വാക്യങ്ങളാണ്. അതിലേക്ക് ഞാൻ വരുന്നതിന് മുന്നമേ ഞാൻ നമ്മളുടെ മധ്യത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസത്തെക്കുറിച്ച് പറയാം. അപ്പോൾ 4-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യമാണ് നമ്മളുടെ മധ്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായിട്ട് തീർന്നിട്ടുള്ളത്. എഫേസ്യർ 4:11, എഫേഷ്യൻസ് 4:11 എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമായി നമ്മളുടെ മധ്യത്തിൽ അത് തീർന്നിട്ടുണ്ട്. അത് ദൈവം കർത്താവായ യേശുക്രിസ്തു നമ്മുടെ സഭയില് ഭരണക്രമീകരണം ഉണ്ടാക്കാനായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമാണ് എന്നാണ് നമ്മളുടെ ചില സഹോദരന്മാർ അതിനെക്കുറിച്ച് പറയുന്നത്. എന്നാൽ എഫേസ്യർ 4-ാമത്തെ അധ്യായത്തിൽ അങ്ങനെ ഒരു സൂചനയൊന്നും, അങ്ങനെ ഇത് എങ്ങനെയാണ് ഒരു സഭയുടെ ഭരണം നടക്കേണ്ടത്, അല്ലെങ്കിൽ സഭകൾ സ്ഥാപിക്കേണ്ടത് എങ്ങനെയാണ്, സഭാഭരണം എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത് എന്നതിന് പ്രത്യേകമായി ഊന്നൽ നൽകിക്കൊണ്ട് പറയുന്ന ഒരു വേദഭാഗമായിട്ട് ഈ ഭാഗം ഇരിക്കുന്നില്ല. പിന്നെ ദൈവത്തിന്റെ സഭയുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്നതിനെ വിശദീകരിക്കുന്ന കാര്യമാണ്. കാരണം ചോദിച്ചാൽ ഇത് വരങ്ങളാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് സ്ഥാനത്തെക്കുറിച്ചും നിയമനത്തെക്കുറിച്ചും പറയുന്ന കാര്യമല്ല. വരങ്ങളെല്ലാം ഇപ്പോഴും പ്രവർത്തനത്തെക്കുറിച്ചാണ് പറയുന്നത്. ശുശ്രൂഷ എന്നതാണ് വരങ്ങളുടെ ശ്രദ്ധ. അല്ലാതെ വരങ്ങളുള്ള ആള് അദ്ദേഹത്തെ എങ്ങനെ നിയമിക്കണം, ഈ വരങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് അധികാരം നൽകുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ബൈബിളിലെ പുതിയ നിയമത്തിൽ ഏകദേശം 20 വരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഈ 20 വരങ്ങളും ലഭിച്ച ആളുകൾ ഓരോരുത്തർക്കും ഓരോ സ്ഥാനം കൊടുക്കുകയാണ് എങ്കിൽ ഒരു സഭയിൽ 20 സ്ഥാനങ്ങൾ ഉണ്ടാവണം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉണ്ടാവണം. അങ്ങനെ ഉള്ള ഒരു ക്രമീകരണത്തെ അങ്ങനെ ഈ വരങ്ങൾ ലഭിച്ച ആളുകൾക്ക് സ്ഥാനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ വരങ്ങളുടെ ക്രമീകരണത്തിൽ നിന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാ ഓരോ സഭയില് എങ്ങനെയാണ് ദൈവം അതിന്റെ ഭരണ ക്രമീകരണം, അതിന്റെ നടത്തിപ്പ് നടത്തിയിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ വേദഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ അതിനെ ക്രമീകരിക്കുവാൻ. എന്നാൽ ഈ വരങ്ങള് അതിനോടുള്ള ചർച്ചയിൽ നിശ്ചയമായിട്ടും ഉൾപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം വരങ്ങളില്ലാത്തവർക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്നാൽ വരങ്ങളുള്ള ആളുകൾക്ക് ആ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് പ്രത്യേകമായ അധികാരവും സ്ഥാനവും ഉണ്ടോ എന്നുള്ളത്, അവരെ ഏൽപ്പിച്ച പ്രത്യേക ജോലി എന്താണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അതിനെക്കുറിച്ച് തുറന്ന് നിങ്ങളോട് പറയാം. അപ്പൊ അതുകൊണ്ട് എഫേസ്യർ 4:11 വാക്യം പ്രത്യേകമായിട്ട് സഭാഭരണ ക്രമീകരണമെന്ന് ആ നിലയിൽ നമുക്കതിനെ കണക്കാക്കാനായിട്ട് സാധിക്കുകയില്ല. അത് വരങ്ങൾ എന്നുള്ള നിലയിൽ തന്നെയാണ്
അതിനെ പരിഗണിക്കേണ്ടത് എന്നതാണ് ഞാൻ പ്രാരംഭമായിട്ട് അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് ഇതൊരു ഭരണ ക്രമീകരണമാണ് എന്നതിനെ സംബന്ധിച്ച് നമ്മളുടെ ചില സഹോദരങ്ങൾ അങ്ങനെ ഒരു വലിയ ഉപദേശം പ്രായോഗിക വിഷയമാകട്ടോ. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ഒരു ഏകദേശം 4-5 നിരീക്ഷണങ്ങൾ ഈ വിഷയത്തെ ചർച്ച ചെയ്യുന്നതിന് മുന്നമേ തന്നെ പറയാം. വിഷയം ഞാൻ ഒരുപക്ഷെ നാളെ എനിക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. എങ്കിലും അതിന്റെ ആദ്യത്തെ നിരീക്ഷണം ഞാൻ പറയാം. കാരണം നമ്മൾ എന്നെ കേൾക്കുന്ന പല ആളുകൾക്കും ഈ വിഷയത്തെക്കുറിച്ച് എത്രത്തോളം അറിവുണ്ട് എന്ന് എനിക്ക് അറിയില്ല. ഏതായാലും ഞാൻ ചില നിരീക്ഷണങ്ങൾ ഇതിനെക്കുറിച്ച് ആദ്യമേ ഞാൻ പറയാം. നമ്മളുടെ മധ്യത്തിലുള്ള ചില സഹോദരങ്ങള് ഇത് ദൈവിക സഭയുടെ സഭാസ്ഥാപനം, സഭയുടെ ക്രമീകരണം, ഭരണം, ഈ പറയുന്ന കാര്യങ്ങളെ എല്ലാം പ്രത്യേകമായി ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞ വാക്യങ്ങളാണ്. ഇതിൽ നിന്ന് ആ നിലയിലുള്ള ഒരു ക്രമീകരണത്തെ കണ്ടെത്താൻ കഴിയും എന്നാണ് അവരതിനെക്കുറിച്ച് അവകാശപ്പെടുന്നത്. അങ്ങനെയാണ് പറയുന്നത്. എന്നാൽ അതിനെക്കുറിച്ച് എൻ്റെ ആദ്യത്തെ പരാതി, അതിനെക്കുറിച്ചുള്ള എൻ്റെ ആദ്യത്തെ ബുദ്ധിമുട്ട് ഞാൻ പറയാം. ഈ വേദഭാഗത്ത് നിന്ന് അവര് കണ്ടെത്തിയ സഹോദരങ്ങൾ കണ്ടെത്തിയ കാര്യം ഒരു വ്യാഖ്യാനമാണ്. അപ്പൊ അത് അവർ അംഗീകരിക്കണം. അതല്ലാതെ ഇത് ദൈവം സഭകൾക്ക് നൽകിയ ആത്മീക ക്രമീകരണമാണ്. അപ്പൊ ഈ ക്രമീകരണം നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ദൈവം സഭയ്ക്ക് തന്ന ക്രമീകരണം സ്വീകരിക്കുന്നില്ല എന്ന നിലയിൽ അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് സ്വീകാര്യമല്ല. അത് ഈ വാക്യങ്ങളോട് വിശ്വസ്തത പുലർത്തുന്നതായിരിക്കുന്ന പ്രസ്താവനയല്ല. അപ്പോൾ ഈ വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ക്രമീകരണം ഒന്നും ഒരു സാധാരണ വായനക്കാരന് പെട്ടെന്ന് അങ്ങനെ ഒരു ചിന്ത വരികയില്ല. എന്നാൽ വ്യാഖ്യാനിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെയാണ് അതിന്റെ പിൻപിലുള്ളതെന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഒരു പക്ഷേ അത് ആ നിലയിലാണ് എന്ന് തോന്നാനുള്ള സാധ്യത. എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ വിചാരിച്ചത് ഈ വേദഭാഗത്തിന്റെ നേരെയുള്ള ഒരു പ്രസ്താവനയല്ല അത്. അതിനെ വ്യാഖ്യാനിച്ച് അങ്ങനെയാക്കാം എന്നുള്ള ഒരു രീതിയിലാണ് അവരത് ചെയ്യുന്നത്. അപ്പൊ അത് വ്യാഖ്യാനമാണ് എന്നുള്ള കാര്യം നിങ്ങൾ അംഗീകരിക്കണം കേട്ടോ. അപ്പോൾ വ്യാഖ്യാനമാണ് എങ്കിൽ വ്യാഖ്യാനത്തിൽ തെറ്റുപറ്റാനുള്ള സാധ്യതയുണ്ട്. വ്യാഖ്യാനം ശരിയായിരിക്കാം, അല്ലെങ്കിൽ വ്യാഖ്യാനം തെറ്റായിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രഖ്യാപനം പോലെ ഉള്ള അധികാരം ഒരു വ്യാഖ്യാനത്തിനില്ല. അല്ലെങ്കിൽ പറയാം ദൈവവചനത്തിന്റെ പ്രസ്താവന തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ നിൽക്കുകയാണ് ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുന്ന പ്രസ്താവനയില് കർത്താവായ യേശുക്രിസ്തുവിനെ മനുഷ്യരുടെ രക്ഷയ്ക്കായിട്ട് നൽകാൻ അതിന് കഴിയുന്ന നിലയിൽ കർത്താവ് നമ്മളെ സ്നേഹിച്ചു എന്നുള്ള പ്രസ്താവന ഒരു വ്യാഖ്യാനമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. അപ്പൊ ആ അധികാരം നമ്മൾ വ്യാഖ്യാനം പറഞ്ഞുള്ള ഒരു കാര്യത്തിന് ഇല്ല. അല്ലെങ്കിൽ ഞാൻ പറയാം, ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ ബൈബിൾ ഈസ് നോട്ട് ഇക്വലന്റ് ടു ആൻ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ ബൈബിൾ. ബൈബിളിൽ പറയുന്ന ഒരു പ്രസ്താവനയും ബൈബിളിൽ പറയുന്ന പ്രസ്താവനയും നമ്മൾ വ്യാഖ്യാനിച്ച് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിന് രണ്ടിനും അധികാരം വ്യത്യാസമാണ്. നമുക്ക് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ കാര്യത്തോടും പൗലോസ് പറഞ്ഞ കാര്യത്തോടും വിയോജിക്കാൻ പറ്റുകയില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ പറയുന്ന കാര്യത്തോട് നിങ്ങൾക്ക് വിയോജിക്കാൻ സാധിക്കും. കാരണം ചോദിച്ചാൽ യേശുക്രിസ്തു പറഞ്ഞു എന്ന് ഞാൻ പറയുന്ന കാര്യം ഒരുപക്ഷെ എൻ്റെ തെറ്റായ ഒരു വ്യാഖ്യാനമാകാം. അപ്പൊ അതിനെ എനിക്ക് ഒരാൾക്ക് അതിനെ എതിർക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ പ്രസ്താവന ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒന്നുകൂടെ പറയട്ടെ. ബൈബിളിന്റെ പ്രസ്താവന അത് ദൈവശ്വാസീയമായ പ്രസ്താവനയാണ്. എന്നാൽ ബൈബിള് ദൈവശ്വാസീയമായ പ്രസ്താവനയെ ഞാൻ വ്യാഖ്യാനിച്ച് അതിനൊരു അർത്ഥം കൊടുക്കുമ്പോൾ അത് ദൈവശ്വാസീയമായ കാര്യമല്ല. അത് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതായിരിക്കുന്ന കാര്യമാണ്. അത് ശരിയാകാം, ശരിയാണ് എങ്കിൽ അത് ദൈവവചനമായിട്ട് തന്നെ നമുക്ക് അംഗീകരിക്കാം. എന്നാൽ അത് തെറ്റാകാനുള്ളതായിരിക്കുന്ന സാധ്യതയുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് എസ് ലൂയിസ് ജോൺസൺ പറഞ്ഞ പ്രസ്താവന ഞാൻ പറയുകയാണ്. വാട്ട് ദ ബൈബിൾ സേസ് ഈസ് ഇൻസ്പയർഡ്, ബട്ട് മൈ ഇന്റർപ്രിട്ടേഷൻ ഓഫ് വാട്ട് ദ ബൈബിൾ സേസ് ഈസ് നോട്ട് ഇൻസ്പയർഡ്. അപ്പൊ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ദൈവവിശ്വാസീയമാണ്. എന്നാൽ ദൈവവചനത്തെ കുറിച്ചുള്ള എന്റെ വ്യാഖ്യാനം ദൈവവിശ്വാസീയമല്ല. അപ്പൊ അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ വ്യാഖ്യാനിച്ച് പറയുന്ന കാര്യം ദൈവവിശ്വാസീയമായിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്, അത് ദൈവത്തിന്റെ ക്രമീകരണമാണ് എന്നൊന്നും നിങ്ങൾ പറയരുത്. അത് കടുത്ത കൈയാണ്. അപ്പൊ ഞങ്ങള് ഈ വിഷയത്തെ സംബന്ധിച്ച് ഈ ഒരു എങ്ങനെയാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് കണ്ടെത്തിയിരിക്കുന്നത്,
അത് സത്യമാണ് എന്നാണ് ഞങ്ങളുടെ ധാരണ, വിശ്വാസം എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പാണ്. എന്നാൽ ഇതാണ്, ഈ രീതിയാണ്, ഇതിനോട് എതിർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തോട് എതിർക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു കടുത്ത പ്രസ്താവനയായിട്ട് വരും. അല്ലെങ്കിൽ ഞാനൊരു അല്പം കഠിനമായി പറയുന്നില്ല, എന്നോട് ക്ഷമിക്കണം. ഏതായാലും ഞാൻ പറയാം, നിങ്ങൾ അങ്ങനെ അങ്ങ് അവകാശവാദം പറയും, ഇത് ദൈവത്തിന്റെ, ഞങ്ങളുടെ വ്യാഖ്യാനം ദൈവത്തിന്റെ വചനമാണ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് അർത്ഥമാക്കുന്നത് ഞങ്ങളുടെ വ്യാഖ്യാനം തെറ്റില്ലാത്ത വ്യാഖ്യാനമാണ്, അല്ലെങ്കിൽ തെറ്റാതെ വ്യാഖ്യാനിക്കാനുള്ള വരം ഞങ്ങൾക്ക് ഉണ്ട്. അത് അവകാശപ്പെടുന്ന വേറെ ഒരു ഗ്രൂപ്പ് ആളുകളുണ്ട് കേട്ടോ. അത് കത്തോലിക്കരാണ്. പോപ്പിന് തെറ്റാവരമുണ്ട്. അദ്ദേഹം എന്തെങ്കിലും ആ കസേരയിൽ ഇരുന്ന് പറഞ്ഞാൽ അത് ദൈവം പറയുന്നത് പോലെയാണെന്ന്. അതങ്ങ് മനസ്സിരിക്കട്ടെ, അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. മനുഷ്യരെല്ലാവരും തെറ്റിപ്പോകുന്ന ആളുകളാണ്, ആർക്കും തെറ്റാവരമില്ല. നമ്മളുടെ വ്യാഖ്യാനങ്ങളെ സത്യസന്ധമായ രീതിയിൽ വിമർശിക്കുവാനും അതിലുള്ള തെറ്റുകൾ ഉണ്ട് എങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനുമുള്ള അവകാശം മറ്റുള്ള വിശ്വാസികൾക്കുണ്ട്. അതിന് മറുപടി പറയാനുള്ള ബാധ്യത നമുക്കുണ്ട്. അല്ലാതെ ഞാൻ പറഞ്ഞ കാര്യം ദൈവത്തിന്റെ വചനം ഞങ്ങളെ എതിർക്കരുതെന്ന് പറയാൻ അത് അങ്ങനെ ഒരു രീതി ദൈവ മക്കൾക്കില്ല. അതിനെക്കുറിച്ച് അപ്പസ്തലനായ പൗലോസിന്റെ ഭാഷ തന്നെ ഞാൻ ഉപയോഗിക്കാം. ആ മര്യാദ ഞങ്ങൾക്കില്ല, ദൈവസഭകൾക്കുമില്ല എന്ന് അങ്ങനെയുള്ളവർ മനസ്സിലാക്കിക്കൊള്ളട്ടെ. ആ മര്യാദ ഞങ്ങൾക്കില്ല, ദൈവസഭകൾക്കുമില്ല. ആരെങ്കിലും ദൈവവചനത്തെ വ്യാഖ്യാനിച്ച് ഒരു കാര്യം പറയുമ്പോൾ ആ വ്യാഖ്യാനം ശരിയാണോ എന്ന് പരിശോധിക്കുവാനും ആ വ്യാഖ്യാനത്തെ വിമർശിക്കുവാനും അതിലുള്ള പരാധീനതകൾ ചൂണ്ടിക്കാണിക്കാനും അല്ല അത് തെറ്റാണെന്ന് പറയാനും ഉള്ള അവകാശം മറ്റ് വിശ്വാസികൾക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഏതാണ് ശരി എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സംവാദം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു പരിശോധന പഠനം നമുക്ക് ആവശ്യമാണ് എന്നതാണ് ഞാൻ അതിനെക്കുറിച്ച് ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിലാണ് എൻ്റെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്, ഈ ആശയം ദൈവവചനമാണ്, ഈ ആശയത്തെ എതിർത്ത് കഴിഞ്ഞാൽ ദൈവവചനത്തെ നിങ്ങൾ എതിർക്കുകയാണ്, ദൈവിക ക്രമീകരണത്തെ സ്വീകരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് അത് കഠിനമായ പ്രസ്താവനയാണ്. അങ്ങനെ അവകാശവാദം പുറപ്പെടുവിക്കുവാനായിട്ട് നമുക്ക് ആർക്കും അനുവാദമില്ല. അപ്പൊ അതിനോട് ചേർത്ത് ഒരു കാര്യം കൂടെ ഞാനങ്ങ് പറയാം. ഈ ആശയത്തിന്റെ പേരിലുള്ള കടുംപിടുത്തം ഭയങ്കര കൂടുതലാകും. അത്രയൊന്നും കടുംപിടുത്തത്തിന്റെ ആവശ്യമില്ല, അങ്ങനെയൊന്നും കടുംപിടുത്തത്തിന്റെ ആവശ്യമില്ല. കാരണം ഈ വിഷയം അടിസ്ഥാന പ്രാധാന്യമുള്ള ഒരു കാര്യമല്ല. ഇത് രക്ഷയോ അല്ലെങ്കിൽ ദൈവ ക്രമീകരണങ്ങളെ തൃത്വമോ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വമോ ദൈവവചനത്തിന്റെ ദൈവവിശ്വാസ്യത അതേപോലെയുള്ള പ്രാധാന്യമുള്ള ഒരു വിഷയമല്ല. ഇത് സഭാഭരണം എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയാണ്. അപ്പൊ അതില് അടിസ്ഥാന പ്രാധാന്യമുള്ള ഒരു വിഷയം എന്ന നിലയിൽ അത് ഇരിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വലിയ കടുംപിടുത്തത്തിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ചർച്ച ചെയ്യാം, ഈ വിഷയത്തിൽ ഏതാണ് ശരി എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം എന്നുള്ളതാണ് അതിന്റെ കാര്യം. അതാണ് ഞാൻ ഒന്നാമത് പറയാൻ ആഗ്രഹിക്കുന്ന എൻ്റെ നിരീക്ഷണം. രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന എൻ്റെ നിരീക്ഷണം എന്നത് ഈ പറയുന്ന ആശയം, അതായത് എഫേസ്യർ 4:11 അടിസ്ഥാനപ്പെടുത്തി പിന്നെ അപ്പോസ്തലപ്രവൃത്തി 13-ാമത്തെ അധ്യായത്തെ അടിസ്ഥാനപ്പെടുത്തി രൂപീകരിച്ചിരിക്കുന്ന ഈ സഭാഭരണ രീതിയും അതുപോലെ സഭാസ്ഥാപന രീതി എന്ന് പറയുന്നത് ലോകത്തിൽ വളരെ ചുരുക്കം ആളുകൾ മാത്രം സ്വീകരിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. ദിസ് ഈസ് എ വെരി മൈനോറിറ്റി വ്യൂ. ഈ ആശയം പിടിക്കുന്ന വളരെ ചുരുക്കം ആളുകളേ ഉള്ളൂ ലോകത്തിന്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ആശയം പ്രസിദ്ധപ്പെടുത്തിയത് വാച്ച്മെന്നി എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം ഒരു ഭക്തനായ ആളായിരുന്നു കേട്ടോ. അദ്ദേഹത്തെ ആ നിലയിൽ എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമുണ്ട്. എന്നാൽ ഒരു വേദപണ്ഡിതനൊന്നുമല്ല. ബൈബിളിനെ വ്യാഖ്യാനിച്ച് ബൈബിള് അങ്ങനെയാണ് എന്നൊക്കെ പറയാനുള്ളതായിരിക്കുന്ന പാണ്ഡിത്യമുള്ള ഒരാളല്ല അദ്ദേഹം. അതൊരു ദൈവഭക്തനായ മനുഷ്യനായിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യത്തിന് അതിൻ്റെതായിരിക്കുന്ന ഒരു സ്ഥാനമൊക്കെ ഉണ്ട് കേട്ടോ. എന്നാൽ വാച്ച്മെന്നിയാണ് ഈ ആശയം പ്രസിദ്ധപ്പെടുത്തിയതായിരിക്കുന്നയാൾ. പിന്നീട് അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന വിറ്റ്നസ്ലി എന്ന് പറയുന്നയാളും ഈ ആശയം പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ വിറ്റ്നസ്ലി ഒരു ദുരുപദേഷ്ടാവാണ്. അപ്പൊ അദ്ദേഹത്തെ നമ്മൾ ഇവാഞ്ചലിക്കൽ ചർച്ചസ് ഒന്നും ഒരു പ്രസംഗകനായിട്ട് സ്വീകരിക്കുന്നയാളല്ല. വാച്ച്മെന്നി വിറ്റ്നസ്ലി അവരാണ് ഈ ആശയം പറയുന്നത്. ഭഗത് സിംഗിന്റെ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ഈ ആശയം ഉണ്ട് എന്നൊക്കെ ഞാൻ ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ അവരങ്ങനെ പറയുന്നതായിട്ട് ഈ നമ്മൾ പറയുന്ന രീതിയിലുള്ള ഒരു ക്രമീകരണത്തെ കുറിച്ച് അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എൻ്റെ അറിവില് ഈ ആശയം പഠിക്കുന്ന ആളുകള് ഇന്ന് ഉള്ളത് വിറ്റ്നസ്ലിയുടെ ഗ്രൂപ്പുകാരാ. അത് അത്ര ഒരു നല്ല ഗ്രൂപ്പ് അല്ല. പിന്നീട് നമ്മുടെ സഹോദരന്മാര്, അതാണ് എൻ്റെ അറിവിലുള്ളത്. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളത്
എന്നോട് പറഞ്ഞാൽ ഞാനത് എൻ്റെ കുറ്റം സമ്മതിച്ച് തിരുത്താം. എന്നാൽ എൻ്റെ അറിവിൽ അത്രേ ഉള്ളൂ കേട്ടോ. ലോകത്തിലുള്ള മറ്റ് ആളുകൾ ആരും ഈ ആശയം അങ്ങനെ സ്വീകരിക്കുന്നില്ല. പണ്ഡിതന്മാരാരും ഈ വിഷയത്തിൽ നമ്മളോട് അല്ലെങ്കിൽ ഈ സഹോദരങ്ങളോട് യോജിക്കുന്നില്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എഫ് ബ്രൂസ്, DA കാഴ്സൺ, തോമസ് ഷ്രൈനർ, അങ്ങനെയൊക്കെ പറയുന്ന വലിയ പ്രഗത്ഭന്മാരായിരിക്കുന്ന ആളുകൾ, പീറ്റർ ഓബ്രയൻ, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്ന് വർത്തമാനകാലത്ത് ബൈബിൾ വളരെ ഗൗരവമായി പഠിക്കുന്ന ആളുകളാണ്. അപ്പൊ അവരാരും ഈ ആശയം ആ നിലയിൽ സ്വീകരിച്ചിട്ടില്ല. ഇത് അങ്ങനെ മനുഷ്യരാരും ശ്രദ്ധിക്കാത്ത ഒരു ആശയമൊന്നുമില്ല കേട്ടോ. വിറ്റ്നസിലെ അല്ലെ വാച്ച്മെൻ ഈ ആശയം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അത് അദ്ദേഹത്തിന് എഴുതിയൊരു പുസ്തകമുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ ക്രോഡീകരിച്ച് എഴുതിയ ഒരു പുസ്തകമാണ് നോർമൽ ക്രിസ്ത്യൻ ചർച്ച് എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ ഈ ആശയം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ആ പുസ്തകത്തിൽ പറയുന്ന ഈ ആശയത്തിൽ ഒരു 90 എത്ര ശതമാനം ഞാനങ്ങ് പറയില്ലെങ്കിലും അതിനുള്ള ആശയമാണ് നമ്മളെ സഹോദരന്മാർ പറയുന്ന ആശയം. അപ്പൊ അതുകൊണ്ട് അതിനൊരു ബലഹീനത ഉണ്ട് കേട്ടോ. അത് ഒരു മൈനോറിറ്റി വ്യൂ ആണ്. അത് വളരെ വളരെ കുറച്ച് ആളുകൾ മാത്രം സ്വീകരിച്ചിട്ടുള്ള ഒരു ആശയമാണ്. അപ്പൊ അങ്ങനെ ഒരു ബലഹീനത ആ വിഷയത്തിലുണ്ട് എന്നതാണ് ഞാൻ രണ്ടാമത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. മൂന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ ആശയം എന്ന് പറയുന്നത് വളരെ നവീനമായ ഒരാശയം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ആശയമാണ്. അന്യഭാഷ പറയണമെന്ന് ബെന്തിക്കോസുകാർ 1900 പറഞ്ഞതുപോലെ 10,000-2000 വർഷത്തെ ക്രിസ്തീയ സഭയുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഈ ആശയം എങ്ങും കാണാനായിട്ട് സാധിക്കുകയില്ല. യഥാർത്ഥത്തിൽ ഈ ആശയം പ്രസിദ്ധപ്പെടുത്തത് വാച്ച്മെന്നിയാണ്. അതിനുശേഷമാണ് നമ്മളിത് കേൾക്കുന്നത്. അതിനു മുമ്പ് ചില എഴുത്തുകളൊക്കെ ഉണ്ടെന്ന് ചില സഹോദരന്മാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഏതായാലും പ്രസിദ്ധപ്പെടുത്തത് വാച്ച്മെന്നിയാണ്. അപ്പൊ ആ കാലഘട്ടത്തിന് ശേഷം വന്ന ഒരു ആധുനിക ആശയമാണ് ഈ പറഞ്ഞ ആശയം. അപ്പൊ അതിൻ്റെതായിരിക്കുന്ന ഒരു ബലഹീനത കിട്ടും. ഇപ്പൊ നമുക്ക് ഒരു ആശയത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മുൻപേ പോയതായ ദൈവമക്കള് ഈ ആശയത്തെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നത്. അപ്പൊ അവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഈ ആശയം സ്വീകാര്യമല്ല എന്നൊന്നും ഞാൻ പറയത്തില്ല. എന്നാൽ അതിനൊരു ബലഹീനത ആ വിഷയത്തിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് സമ്മതിക്കാതിരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അത് മൂന്നാമത്തെ കാര്യമായിട്ട് ഞാൻ പറയാം. നാലാമത്തെ കാര്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഈ പറയുന്ന, അതായത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഇന്നുണ്ട്. അതാണ് ഞാൻ പ്രത്യേകിച്ച് ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഇന്നുണ്ട്. അല്ലെങ്കിൽ എഫേസ്യ ലേഖനം 4-ാമത്തെ അധ്യായത്തിന് 11-ാം വാക്യത്തിൽ പറയുന്ന 5 ദാനങ്ങൾ. അപ്പൊ അവര് അവസാനത്തെ ദാനം ഉപദേഷ്ടാക്കന്മാരും ഇടയന്മാരും എന്നുള്ളത് അത് തമ്മിൽ ബന്ധിപ്പിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് 4 ദാനം, ചതുർദാനം എന്ന് പറയും. ഈ ചതുർദാനങ്ങൾ ഉണ്ട്. ആ ചതുർദാനങ്ങളാണ് ഇന്നത്തെ സഭയുടെ ക്രമീകരണം എന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് അതിനോടുള്ള എൻ്റെ ഒരു വലിയ പ്രധാന പ്രശ്നമായിട്ടിരിക്കുന്നത്, ഇത് ലോക്കൽ ചർച്ച് എന്ന് പറയുന്ന ഈ ആശയമായിട്ട് ചേർന്ന് പോകുന്ന ആശയമല്ല. ലോക്കൽ ചർച്ച് അല്ലെങ്കിൽ തദ്ദേശിക സഭ എന്ന് പറയുന്ന ആശയവും ഈ പറയുന്ന ആശയം കൂടെ യോജിച്ചു പോകില്ല. ഇത് ഏതെങ്കിലും ഒന്നേ നമുക്ക് എടുക്കാൻ നോക്കുള്ളൂ കേട്ടോ. ഒന്നുകിൽ തദ്ദേശീയ സഭ വിടണം, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും നമ്മൾ വിടണം. അല്ലാതെ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ചോദിച്ചാൽ അതിനുള്ള പ്രധാന കാരണം ഞാൻ നിങ്ങളോട് പറയാം. അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഉണ്ട് എങ്കിൽ പ്രവാചകന്മാരെ കുറിച്ച് അത്രയും വലിയ ഒരു ഭാരം നമ്മുടെ സഹോദരന്മാർക്കില്ല. എനിക്കുണ്ട്. അവരെ അങ്ങോട്ട് തൽക്കാലം നമുക്ക് കൊണ്ടുവിടാം. അപ്പോസ്തലന്മാരെ കുറിച്ച് തന്നെ പറയാം. മിഷണറിമാരെന്ന് പറയാനായിട്ട് വളരെ പ്രയാസേനയാണ് അവര് സഹോദരന്മാർ അതിന് മനസ്സ് വെച്ചത്. എന്നാൽ അപ്പോസ്തലന്മാരെന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടം. കാരണം ചോദിച്ചാൽ വാച്ച്മെന്നി അപ്പോസ്തലൻ തന്നെയാണ് പറഞ്ഞേക്കുന്നത്, അപ്പോസ്തലന്മാരെന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അവര് മിഷണറി എന്ന് മയപ്പെടുത്താനായിട്ട് അദ്ദേഹം തീരുമാനിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ സഹോദരന്മാർ അതിച്ചിട്ട് മയപ്പെടുത്തി മിഷണറി എന്ന് പറയുന്നതിന് അപ്പോസ്തലൻ തന്നെയാ. ആ കാര്യം പിന്നെ അതിന്റെ രൂപവും ഭാവവും എല്ലാം അത് തന്നെയാണ്. പേര് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വ്യത്യാസപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോസ്തലന്മാർ ഇന്നുണ്ട് എങ്കിൽ അത് എവിടെയാണ് എന്നൊരു ചോദ്യം ഉണ്ട് കേട്ടോ. അപ്പോസ്തോലികമായിരിക്കുന്ന ഓഫീസ്, അപ്പോസ്തോലികമായിരിക്കുന്ന ആ ഒരു സ്ഥാനം, അതിലേക്കുള്ളൊരു നിയമനം ഉണ്ട് എങ്കിൽ അത് ഏത് മേഖലയിലാണ്, ഏത് തലത്തിലാണ് അത് പ്രവർത്തിക്കുന്നത് എന്നുള്ളതായിരിക്കുന്ന ചോദ്യം. പ്രാദേശിക സഭയിൽ അല്ലെങ്കിൽ തദ്ദേശീയ സഭയിലാണോ അപ്പോസ്തലൻ, അതോ തദ്ദേശീയ സഭയ്ക്ക് വെളിയിലാണോ? തദ്ദേശീയ സഭയുടെ ക്രമീകരണങ്ങളെ കുറിച്ച് ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ മൂപ്പന്മാരും ശുശ്രൂഷകന്മാരുമേ ഉള്ളൂ.
അല്ലാതെ വേറെ ഒരു ഓഫീസിനെ കുറിച്ച് ബൈബിളിൽ പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്നാലും നമുക്കറിയാമല്ലോ, 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരുണ്ടായിരുന്ന കാലത്ത് അപ്പോസ്തലന്മാർ എന്ന് പറയുന്ന ഒരു പദവി അല്ലെങ്കിൽ ആ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് പ്രാദേശിക സഭയിലല്ല, തദ്ദേശിക സഭയിലല്ല. തദ്ദേശ സഭയ്ക്ക് വെളിയിലാണ്, യൂണിവേഴ്സൽ ചർച്ചിലാണ്. എല്ലാ സഭകളുടെ മേലും ഉള്ള അധികാരം അന്നത്തെ അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്നു. ഏതായാലും ഇന്നത്തെ അപ്പോസ്തലന്മാർക്ക് അങ്ങനെ ഒരു യൂണിവേഴ്സൽ ചർച്ചില് ഉള്ള ഒരു ഓഫീസാണ് അപ്പോസ്തലന്മാരെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ വിശ്വാസികളായിട്ടുള്ള വേറെ ആളുകൾ സമ്മതിക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ലോക്കൽ ചർച്ചിൽ മാത്രമേ പറ്റുള്ളൂ. മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ അപ്പോസ്തലനാണ്, ഞാൻ പറയും നിങ്ങൾ കേൾക്കണമെന്ന് പറഞ്ഞാൽ അതെന്ന് പറയും, പോയി പണി നോക്കാൻ പറയൂലേ. അപ്പൊ അതുകൊണ്ട് ഈ യൂണിവേഴ്സൽ ചർച്ചിലുള്ള ഒരു ഓഫീസായിട്ട് ഇത് ഇന്ന് വർത്തമാന കാലത്ത് നിൽക്കാനായിട്ട് പറ്റുകയില്ല. അത് പ്രാദേശിക സഭയ്ക്ക് അല്ലെങ്കിൽ തദ്ദേശിക സഭയുടെ വെളിയിൽ ഉള്ള ഒരു ഓഫീസാണ് ഈ പറയുന്ന അപ്പോസ്തലൻ എന്ന് പറയുന്ന ഓഫീസ്. അപ്പോഴ് പ്രാദേശിക സഭകളെ എല്ലാം കൂടെ കൂട്ടിക്കെട്ടി ഒരു പ്രസ്ഥാനമാക്കി അതൊരു സമുദായമാക്കിയതിന് ശേഷം ഈ അപ്പോസ്തലനെ നമുക്ക് അതിന് മുകളിൽ വയ്ക്കാം. അല്ലാതെ ഈ അപ്പോസ്തലൻ എങ്ങും ഒരു സ്ഥാനം അല്ലെ മറ്റെങ്ങും വിജയത്തെ വയ്ക്കാനൊക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ മുൻപുള്ളതായിരിക്കുന്ന ചോദ്യം ഇതാണ്, തദ്ദേശിക സഭ വേണമോ അതോ അപ്പോസ്തലനെ വേണമോ? അപ്പോസ്തലനെ വേണമെങ്കിൽ തദ്ദേശ സഭയെ പോയി കിട്ടുമോ? തദ്ദേശിക സഭയിലുള്ള സ്ഥലം സഭകളിലുള്ള മൂപ്പന്മാരും അതുപോലെ അതിന് ശുശ്രൂഷകന്മാരും അടങ്ങുന്ന ആ സഭയുടെ ആ അധികാരത്തിന്റെ മേളിൽ ബാഹ്യമായിരിക്കുന്ന ഒരു ക്രമീകരണമായിട്ട് മാത്രമേ അപ്പോസ്തലന് നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അപ്പോസ്തലൻ പ്രാദേശിക സഭകളെ എല്ലാം കൂടെ പ്രാദേശിക സഭയ്ക്ക് വെളിയില് പ്രാദേശിക സഭയെ നിയന്ത്രിക്കുന്ന ഒരു ബാഹ്യ ക്രമീകരണമായിട്ട് മാത്രമേ അത് നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ വേറെ ഒരു ക്രമീകരണവും ഈ അപ്പോസ്തലന് സാധിക്കില്ല. അപ്പൊ ഞാന് ഈ തദ്ദേശീയ സഭകളുടെ ആരംഭം മുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെന്നുള്ള രീതി ഞാൻ പറയാം, കുളിപ്പിച്ച് കൊച്ചില്ലാതായി കേട്ടോ. കുളിപ്പിച്ച് ഇപ്പൊ കൊച്ചില്ല. തദ്ദേശിക സഭ എന്നും പറഞ്ഞാണ് നമ്മൾ ഇത്രയും കാലം ഒക്കെ നിന്നത്. ഇപ്പൊ വന്നപ്പോ തദ്ദേശീയ സഭ പോയി. തദ്ദേശ സഭയെല്ലാം കൂടെ കൂട്ടിക്കെട്ടിയിട്ട് അതൊരു സമുദായമാക്കിയിട്ട് ആ സമുദായത്തിന്റെ മുകളില് കയറിയിരിക്കുന്ന ഒരു ക്രമീകരണമായിട്ട് മാത്രമേ ഈ അപ്പോസ്തലന്മാരെ നമുക്ക് കാണാനായിട്ടുള്ളൂ. ഇഫ് അപ്പോസ്റ്റൽ ഇസ് ആൻ ഓഫീസ്, that apostleship is outside the local church and that office controls the local churches. അപ്പൊ സഭകളെ നിയന്ത്രിക്കുന്ന ഒരു ഹയറാർക്കി, എപ്പിസ്കോപ്പസി എന്ന് പറയുന്ന ക്രമീകരണമാണ് ഈ അപ്പോസ്തലന്മാരുണ്ട് എന്ന് പറയുന്നതായിരിക്കുന്ന ക്രമീകരണം. ലോക്കൽ ചർച്ച് എന്ന് പറയുന്ന ആശയം അതോടുകൂടെ ഇല്ലാതായി. അതോടുകൂടെ നമ്മൾ ഒരു സമുദായമായി, നമ്മുടെ സമുദായത്തെ നിയന്ത്രിക്കുന്ന ഒരു ക്രമീകരണമായിട്ട് ഈ അപ്പോസ്തലന്മാര് അങ്ങനെ വാഴും. അപ്പൊ ഇതിനെക്കുറിച്ച് ഞാൻ ഒരു സ്നേഹിതനോട് എന്ന് പറയുന്ന അദ്ദേഹം ഒരു നിഷ്പക്ഷ നിരീക്ഷകനായിരിക്കുന്നയാളാണ്. ഞാൻ ഈ കാര്യങ്ങൾ അദ്ദേഹത്തോട് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു, അപ്പൊ ഇതാണ് നമ്മളുടെ ഭരണക്രമീകരണമെങ്കിൽ ഇതിന് റോമൻ കത്തോലിക്ക സഭയുടെ ഒരു ചുവ അതിൽ ഉണ്ട്. അതായത് ഒരു പക്ഷേ ബ്രദറൻകാരുടെ ഭാഷയായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലും നമ്മളുടെ ക്രമീകരണം എന്ന് പറയുന്നത് റോമൻ കത്തോലിക്ക സഭയുടെ മേളിലൊരാള്, പിന്നെ താഴെയാള് എന്ന് പറയുന്ന ആ ഒരു ക്രമീകരണത്തിന് സമാനമായ അതുപോലെയാന്ന് തുല്യമാണെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും ഇതൊരു സമുദായമാണ്, ഇതൊരു എപ്പിസ്കോപ്പസിയാണ്. ഇത് ഒരു എപ്പിസ്കോപ്പൽ ചർച്ചായിട്ട് മാറും. KP യോഹന്നാന്റെ ചർച്ചും നമ്മുടെ ചർച്ചും ഒക്കെ പിന്നെ ഏതാണ്ട് പേരുകളൊക്കെ വ്യത്യാസമായിരിക്കും, അവർ ബിഷപ്പ് എന്നൊക്കെ വിളിക്കുന്നു എന്നുള്ള കാര്യം ശരിയാ. അപ്പൊ ആ ഒരു ക്രമീകരണമാണ്. അപ്പൊ അതുകൊണ്ട് സ്ഥലം സഭ എന്ന് പറയുന്ന ഈ ആശയം നമുക്ക് നഷ്ടമായി പോകും. നമുക്ക് സമുദായം എന്നുള്ള നിലയിൽ മാത്രമേ നമുക്ക് നിൽക്കാനൊക്കെ ഉള്ളൂ. അതിനുള്ള സൂചനകളും അതിനുള്ള രീതികളും ഒക്കെ നമ്മൾ ഇന്ന് വർത്തമാന കാലത്ത് നമ്മുടെ സഭകളിൽ കാണുന്നില്ലേ? സ്ഥലം സഭകളുടെ സ്വാതന്ത്ര്യം എവിടെ? സ്ഥലം സഭകളില് അവർക്ക് തന്നെ തീരുമാനമെടുക്കാനായിട്ട് സാധിക്കുമോ? കേന്ദ്രത്തിൽ നിന്ന് വരണ്ടേ നിർദ്ദേശങ്ങള്? അപ്പൊ ഇനി നമ്മളിപ്പോ ഒരു ലോക്കൽ ചർച്ചാണോ? നമ്മൾ ഇപ്പൊ സമുദായമാണോ അതോ ലോക്കൽ ചർച്ചാണോ? ലോക്കൽ ചർച്ച് സമുദായം, തദ്ദേശിക സഭാ സമുദായം, പെന്തക്കോസ്ത് സമുദായം, തദ്ദേശിക സഭാ സമുദായം. ബ്രദറൻകാരെ ഏതായാലും ഇത്രയും മോശമായിട്ടില്ല കേട്ടോ. ബ്രദറൻകാരെ നമ്മൾ സമുദായക്കാരെന്നൊക്കെ വിളിച്ചു എന്നുള്ള കാര്യം ശരിയാ. പക്ഷെങ്കിൽ അവർക്ക് ഇത്രയുള്ള ദോഷം വന്നിട്ടില്ല. കേന്ദ്രത്തിൽ നിന്ന് നിർദ്ദേശം വരണം, കേന്ദ്രത്തിലുള്ള ആളുകൾ നിയന്ത്രിക്കണം. അങ്ങനെ ഒരു ഗതികേടിലേക്ക് നമ്മൾ വരിക എന്ന് പറയുന്നത് വളരെ അപകടകരമായ കാര്യമാണ്. അപ്പൊ ഇത് ഉപദേശപരമായിരിക്കുന്ന വിഷയമൊന്നുമല്ല എന്നുള്ളത് കൊണ്ട്
അങ്ങനെ അവര് പറഞ്ഞു പോയി എന്ന് വിചാരിച്ച് അവരോട് വിയോജിക്കാൻ അല്ലെങ്കിൽ അവരോട് സഹകരിക്കാൻ പറ്റുകയില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല. എന്നാൽ ഇത് അപകടകരമായ ഒരു നീക്കമാണ്. ഇത് നമ്മളുടെ സഭാ ആശയത്തെ സംബന്ധിച്ച് ഈ രണ്ട് ആശയം കൂടെ ഒരുമിച്ച് പോകില്ല കേട്ടോ. നിങ്ങൾ ലോക്കൽ ചർച്ച എന്ന് പറയുകയും സ്വതന്ത്രമായ ലോക്കൽ ചർച്ച എന്ന് പറയുകയും പിന്നെ അതിന് മുകളിൽ ഒരു അപ്പോസ്തലനെ കൊണ്ട് ഇരുത്തുകയും ചെയ്യുക, അത് നടക്കുകയില്ല. അപ്പോസ്തലൻ വന്നാൽ ലോക്കൽ ചർച്ച പോയി, ലോക്കൽ ചർച്ച് പോയി കഴിഞ്ഞിട്ട് അപ്പോസ്തലൻ വരും. അപ്പൊ അങ്ങനെ ഒരു സാധ്യത മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. ഇത് നമ്മൾ വളരെ ഗൗരവമായ രീതിയിൽ ഈ വിഷയത്തെ ചർച്ച ചെയ്യുകയും അത് ആ നിലയിൽ നമ്മളതിൽ ദൈവവചനത്തിന് അനുസൃതമായ രീതിയിൽ പ്രാദേശിക സ്ഥലം സഭകൾക്കുള്ളതായ സ്വാതന്ത്ര്യം നിലനിർത്തി നമ്മൾ മുൻപോട്ട് പോകേണ്ട ആവശ്യം. അപ്പൊ ഞാൻ അത് 4 നിർദ്ദേശങ്ങളല്ലേ നിങ്ങളോട് പറഞ്ഞു. ഒരു കാര്യം കൂടെ ഞാൻ ഇതിനോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് ഞാൻ ഇതിന്റെ തിയോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഈ വേദഭാഗത്തെ നമ്മൾ സത്യസന്ധമായ രീതിയിൽ പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന രീതി അല്ല എന്ന് എനിക്ക് ബോധ്യം വന്ന കാര്യം ഞാൻ നാളത്തെ ദിവസത്തിൽ നിങ്ങളോട് പറയുന്നത്. അപകടത്തെക്കുറിച്ചാണ് ഞാൻ ആദ്യമേ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മുഖമുറിയായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ എൻ്റെ 6ാമത്തെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്, സ്ഥലം സഭ സ്വതന്ത്രമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു സ്ഥലത്തുള്ള സഭയ്ക്ക് മറ്റ് സഭകളോടൊന്നും സഹകരിക്കാൻ സാധിക്കില്ലെന്നോ മറ്റ് സഭകളിലുള്ള ആൾക്കാരുടെ ശുശ്രൂഷകളും പ്രവർത്തനങ്ങളും ഒന്നും സ്വീകരിക്കാൻ പറ്റുകയില്ലെന്നോ ഒന്നുമല്ല നമ്മൾ പറയുന്നത്. എന്നിട്ട് അധികാര കേന്ദ്രമായിട്ട് പറ്റില്ല. ഒരു സ്ഥലം സഭയുടെ മേല് സഭയ്ക്ക് വെളിയിലുള്ളതായിരിക്കുന്ന ആളുകള് അധികാരം നടത്തി അതിനെ നിയന്ത്രിക്കുന്ന ഒരു ക്രമീകരണം അത് സമുദായമാണ്, അത് സഭയല്ല. അപ്പൊ ആ ഒരു കാര്യം നമുക്ക് പച്ചയായിട്ട് തന്നെ പറയേണ്ട കാര്യമാണ്. അവര് എല്ലാ സഭകളും, ഞാൻ പ്രാദേശിക തദ്ദേശിക സഭകളെ കുറിച്ച് പറയുമ്പോൾ അത് എല്ലാ തദ്ദേശീയ സഭകളും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൽപ്പെടുന്ന ആളുകൾ മാത്രമല്ല, മറ്റ് തദ്ദേശികമായ സഭകൾ എന്ന് അവകാശപ്പെടുന്ന ഗ്രൂപ്പുകളെ കുറിച്ചെല്ലാം പറയാം. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, എല്ലാ സഭകളിലും സഭയിലുള്ള എല്ലാ കാര്യങ്ങളും തൃപ്തികരമായ രീതിയിൽ നിർവഹിച്ച് അവിടെയുള്ള ആളുകളെ ഉപദേശമെല്ലാം വേണ്ടും വണ്ണം പഠിപ്പിച്ച് എല്ലാ കാര്യങ്ങളിലും ദുരുപദേശങ്ങൾ വല്ലതും വന്നാൽ അതിനെല്ലാം കറക്റ്റ് ചെയ്ത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കാൻ പ്രാപ്തിയുള്ള ആളുകൾ ഉള്ള പ്രാദേശിക സഭകൾ വളരെ ചുരുക്കമാണ്. അങ്ങനെ ഒരു കാര്യം അങ്ങനെ എല്ലാ സഭകളിലും സാധിക്കുകയില്ല. അപ്പോൾ അവിടെ ഉള്ളതായിരിക്കുന്ന മൂപ്പന്മാര് എന്ന് പറയുന്ന ആളുകൾ പലപ്പോഴും അവർക്ക് ബൈബിളിനെ കുറിച്ചുള്ള പരിജ്ഞാനവും പ്രായോഗിക വിഷയങ്ങളിലുള്ളതായിരിക്കുന്ന പ്രായോഗിക ബുദ്ധിയും ഒക്കെ അതിലൊക്കെ കുറവുള്ള ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് മറ്റു മനുഷ്യരെ ആവശ്യമാണ് കേട്ടോ. അത് യാതൊരു നിലയിലും നമുക്ക് നിഷേധിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ അതുകൊണ്ടാണ് സ്ഥലം സഭകൾ എന്ന് പറയുമ്പോൾ തന്നെ സ്ഥലം സഭകൾ മറ്റുള്ള സഭകളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത സ്വതന്ത്രമായ ദ്വീപുകൾ പോലെയുള്ള ഒരു ക്രമീകരണമാണില്ല. അപ്പൊ അവിടെ മറ്റ് സഭകളില് ദൈവത്തിന് സഭയ്ക്ക് യൂണിവേഴ്സൽ ചർച്ചിന് കൊടുത്ത പ്രത്യേകമായ ശുശ്രൂഷകളൊക്കെ സ്വീകരിക്കാനുള്ള മനസ്സ്, അതിനുള്ള വിശാലത അവിടെ ഉള്ളതായിരിക്കുന്ന ആളുകൾക്ക് വേണം. എന്നാൽ അവര് പറയുന്നതും അവരുടെ സ്ഥലം സഭയുടെ സ്വാതന്ത്ര്യവും അവരുടെ ആവശ്യങ്ങളും ഒക്കെ അവർ പറഞ്ഞിട്ട് അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരുടെ ഹൃദയത്തില് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുവാൻ പ്രാപ്തിയുള്ള, അതിന് പരിജ്ഞാനമുള്ള സഹോദരന്മാര് ഉണ്ട് എന്നവർക്ക് ബോധ്യം വരികയും അങ്ങനെയുള്ള ആളുകളെ സഹായത്തിനായിട്ട് ക്ഷണിക്കുകയും അവര് വന്ന് സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നു അത് വളരെ ആദിമ നൂറ്റാണ്ട് മുതൽ തന്നെ പരിചയിച്ചു വരുന്ന ഒരു സ്ഥലം സഭകൾ സ്വതന്ത്രമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് സ്ഥലം സഭകളിൽ മറ്റാർക്കും വന്ന ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. നമ്മൾ മാത്രം നമ്മുടെ കാര്യം, സെൽഫ് സഫിഷ്യന്റ്, അതുപോലെ തന്നെ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ അങ്ങനെ പ്രവർത്തിച്ചാലത് നമുക്ക് പരാജയമാണ്. നമുക്ക് മറ്റ് മനുഷ്യരുടെ, മറ്റ് സഹോദരങ്ങളുടെ പ്രാപ്തിയും കഴിവുകളും കൃപയുമുള്ള മറ്റ് സഹോദരങ്ങളുടെ ശുശ്രൂഷ ആവശ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ നമ്മളുടെ മധ്യത്തിലെ ദൈവത്തിന് കൃപയാൽ ദൈവം അങ്ങനെയുള്ളവരെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വിഷയങ്ങള്, ബുദ്ധിമുട്ടുകള്, പ്രയാസങ്ങള്, ഉപദേശ പ്രശ്നങ്ങള് കടന്നു വരുമ്പോൾ അങ്ങനെയുള്ള സഹോദരങ്ങളുടെ അഭിപ്രായം ചോദിക്കുകയും അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നത് നല്ല കാര്യമാണ്. എന്നാൽ ഒരു സഭയുടെ മേൽ വെളിയിൽ നിന്ന് അധികാരം നടത്തി അവരിങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത് അത് പ്രാദേശിക തദ്ദേശിക സഭകളുടെ ബൈബിളിൽ കാണുന്ന ക്രമീകരണത്തിന് വിരുദ്ധമായ കാര്യമാണ്.
ഞാൻ ഒരു കത്ത് നമ്മുടെ സഹോദരന്മാർ എഴുതിയ ഒരു കത്താണ്. അപ്പൊ അവർ പറഞ്ഞ ഒരു പ്രസ്താവന എനിക്ക് വളരെ ആശ്ചര്യമായി തോന്നി. അവർ പറഞ്ഞു, മിഷണറിമാർ എന്നുള്ള നിലയിൽ ഏത് സഭയിലും പ്രവേശിക്കാനുള്ളതായിരിക്കുന്ന അധികാരം ഞാൻ കൊണ്ടുവന്നു. അത് ശരി, അത് ശരി, അതൊരു നല്ല അധികാരമാണല്ലോ. പിന്നെ എന്തിനാ ഈ തദ്ദേശ സഭയിൽ നിന്തിനായി പറയുന്നത്? എന്നാൽ പിന്നെ ഇത് തദ്ദേശീയ സമുദായം എന്ന് പറഞ്ഞാൽ പോലെ, കേന്ദ്രം എന്ന് പറഞ്ഞാൽ പോലെ, ഇതെല്ലാം ഒരു കെട്ടുപാടല്ലേ? ഇതൊരു ഒരു 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 സംവിധാനത്തിന്റെ ഭാഗമല്ലേ? ഞാൻ പറയാം, കർത്താവായ യേശുക്രിസ്തു ദൈവത്തിന്റെ വചനത്തിനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനും അല്ലാതെ ഒരു സ്ഥലം സഭയിൽ കടന്നു കയറി അധികാരം നടത്താനായിട്ട് മറ്റാർക്കും അവകാശമില്ല. അവിടെയുള്ള ആ തദ്ദേശീയ സഭ ആ നിലയിൽ സ്വതന്ത്രമായ കാര്യമാണ്. എന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് സഹായം ലഭിക്കും, അല്ലെങ്കിൽ സഹായത്തിന് പ്രാപ്തിയുള്ള ആളുകളാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ള ആളുകളെ നിങ്ങൾ ക്ഷണിക്കുന്നതിനും സഹോദരൻ വന്ന് ഇതിനെക്കുറിച്ച് ഒരു ക്ലാസ് എടുക്കണമല്ലോ. സഹോദരൻ ഇക്കാര്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തൊരു പരിചയം സഹോദരൻ ഉണ്ടല്ലോ. അപ്പം സഹോദരൻ എന്താ ചെയ്യുക, അതിനെന്ത് നിർദ്ദേശമാണ് ഞങ്ങൾക്ക് തരാൻ പറ്റുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ചോദിക്കാനായിട്ട് ചോദിക്കുന്നത് നല്ല കാര്യമാണത്. കാരണം എല്ലാ സഭകളിലും ദൈവം ഒരേപോലെ എല്ലാ നിലകളിലുമുള്ള കൃപാദാനങ്ങളെ കൊടുത്തിട്ടില്ല. ദൈവം തൻ്റെ ദാനങ്ങളെ നൽകുന്നത് ദൈവത്തിൻ്റെ സഭയ്ക്ക് പൊതുവായിട്ടാണ്. ചില പ്രാദേശിക സഭകളിലെ അംഗങ്ങളാണ്, എന്നാൽ അവരുടെ ശുശ്രൂഷകൾ ആ പ്രാദേശിക സഭകളിൽ ഒതുങ്ങി നിൽക്കുന്ന ശുശ്രൂഷകളല്ല. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന ദൈവമനുഷ്യൻ, അദ്ദേഹത്തിന്റെ ശുശ്രൂഷ അദ്ദേഹം ഉണ്ടായിരുന്ന വിറ്റൻബർഗ് എന്ന് പറയുന്ന സഭയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പരിപാടിയല്ല. അദ്ദേഹം എഴുതിയ കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ലോകത്തിലുള്ള വിശ്വാസ സമൂഹത്തിന് എല്ലാം പ്രയോജനപ്പെടുന്ന കാര്യമാണ്. അങ്ങനെ ദൈവമക്കള് ആ നിലയിൽ ഉള്ള ജോൺ കാൽവിൻ, പിന്നെ വെസ്ലി, പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ വിറ്റ്ഫീൽഡ്, അങ്ങനെയുള്ള ഒരുപാട് ദൈവമക്കളെ കുറിച്ച് പറയാൻ. ഇന്നത്തെ കഴിഞ്ഞ കാലത്ത് ജീവിച്ചിരുന്ന ഫ്രാൻസിസ് ഷെയ്ഫർ, പിന്നീട് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾ ചക്ക് സ്വിൻഡോൾ, പിന്നെ അല്ലെങ്കിൽ ജോൺ മക്കാർദർ, ജോൺ പൈപ്പർ, D.A. കാഴ്സൺ, അങ്ങനെ പരിജ്ഞാനമുള്ള ഒരുപാട് ആളുകൾ ദൈവത്തിന്റെ സഭയ്ക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. നമ്മളുടെ മധ്യത്തിലും ഞാൻ പേരെടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, പരിജ്ഞാനമുള്ള സഹോദരന്മാരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സഹോദരന്മാർ പറയുന്ന എല്ലാം നമ്മളങ്ങ് സ്വീകരിക്കണമെന്നൊന്നും അർത്ഥമൊന്നുമില്ല. അപ്പൊ ഞാൻ പറയുന്ന കാര്യം, ഈ പറഞ്ഞ കാര്യങ്ങളെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യുന്നതിനും അതിനെ വിമർശിക്കുന്നതിനും ഒക്കെ ഉള്ളതായ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഉണ്ട്. അവിടെ ഈ 6 നിർദ്ദേശങ്ങളാണ് അല്ലെങ്കിൽ നിരീക്ഷണങ്ങളാണ് ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇനിയും ഞാൻ എഫേസ്യ ലേഖനത്തിലേക്ക് കടന്നു ചെന്ന് അതിനെക്കുറിച്ച് പറയാനായിട്ട് എനിക്ക് 7 മിനിറ്റോടുണ്ട്. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് അതിൻ്റെ ഒരു മുഖവുരിയുടെ ഞാൻ പറയാം. അവിടെ എഫേസ്യ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, എഫേസ്യ ലേഖനത്തിന്റെ 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, അതിന്റെ ആദ്യത്തെ 7 വാക്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 6 വാക്യങ്ങൾ ക്രിസ്തീയ ഐക്യതയുടെ അടിസ്ഥാനത്തെക്കുറിച്ചാണ് ആദ്യത്തെ 6 വാക്യങ്ങളിൽ പറയുന്നത്. കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും ഇതയും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായ എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ എന്ന് പറയുന്ന ആ പൊതുവായിരിക്കും നമുക്ക് എല്ലാവർക്കും ബാധകമായ തുല്യമായ കാര്യം, അതിനെക്കുറിച്ചാണ് ആദ്യത്തെ 6 വാക്യങ്ങളിൽ പറയുന്നത്. 7-ാമത്തെ വാക്യം മുതൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് വരങ്ങളെ കുറിച്ചാണ്. എന്നാൽ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിന് ഒത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. കൃപ എന്നുള്ള വാക്കാണ് ഇവിടെ ദാനങ്ങൾ എന്നുള്ളതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആത്മവരങ്ങൾ എന്ന് പറയുന്ന കൃപാദാനങ്ങളാണ്. ഈ കൃപ നൽകിയതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനെ ഒത്തവണ്ണം, പരിശുദ്ധാത്മാവ് തനിക്ക് ഹിതകരമായ രീതിയിൽ തനിക്ക് തൻ്റെ ഇഷ്ടമനുസരിച്ച് വരങ്ങളെ വിഭജിക്കുന്നു എന്ന പ്രസ്താവന നമ്മൾ 1 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായത്തിൽ കാണുന്ന പ്രസ്താവനയാണ്. എന്നാൽ അതിന് സമാനമായ ഒരു പ്രസ്താവനയാണ് എഫേസ്യർ 4-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിന് ഒത്തവണ്ണം, അതായത് കർത്താവായ യേശു ക്രിസ്തു കൊടുക്കാനായിട്ട് വിചാരിക്കുന്ന ദാനം അതിന്റെ അളവനുസരിച്ചാണ്, അല്ലെങ്കിൽ കർത്താവ് വിഭജിക്കുന്ന, കർത്താവ് അളക്കുന്ന അളവ് അതനുസരിച്ചാണ് ദാനങ്ങളെ കൊടുക്കാനായിട്ട് കർത്താവ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ കാണും. അതിനുശേഷം അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യം, ഈ ദാനങ്ങൾ നൽകുന്നത് ആരാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്.
ഈ ദൈവത്തിന്റെ സഭയുടെ സ്ഥാപനവും ദൈവത്തിന്റെ സഭയുടെ അനുഗ്രഹവും നമ്മൾ നോക്കുമ്പോൾ അതിന് കാരണമായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവാണ്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജഡധാരണം, കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് ഒരു മനുഷ്യനായിട്ട് വന്ന് അവതരിച്ച് നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ദൈവ മനുഷ്യനായി തീർന്ന വ്യക്തിയാണ് എന്ന് തൻ്റെ വാക്കിലും പ്രവൃത്തിയിലും കൂടെ തെളിയിച്ച്, എന്നാൽ ലോകത്തിന്റെ പാപികളായ മനുഷ്യരാൽ നിഷേധിക്കപ്പെട്ട് ലോകത്തിന്റെ പാപത്തെ, നമ്മുടെ പാപങ്ങളെ കർത്താവായ യേശുക്രിസ്തു ചുമന്നുകൊണ്ട് നമുക്ക് പകരക്കാരനായി അതിന്റെ ശിക്ഷ ഏറ്റെടുത്ത് പാപത്തിന് പരിഹാരം വരുത്തുവാൻ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ഉയർത്തെഴുന്നേറ്റു എന്ന് മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് പോയി പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് സകല അധികാരവും പ്രാപിച്ച് താൻ ഇരിക്കുന്നു. ഈ കാര്യം പൗലോസ് എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ പറഞ്ഞതാണ്. സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ദൈവത്തിന്റെ വ്യാപാര ശക്തിയെക്കുറിച്ച് താൻ സംസാരിക്കുമ്പോൾ അങ്ങനെ തന്നെ ആ ശക്തി കർത്താവായ യേശുക്രിസ്തുവിൽ വ്യാപരിച്ച് അവനെ മരിച്ചവിടെയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും എല്ലാം മീതെ അവനെ ഇരുത്തി അവൻ പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യം അവിടെയും അപ്പോസ്തലനായ പൗലോസ് പറയുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ അധികാരം പ്രാപിച്ചതായിരിക്കുന്ന കർത്താവ് ആണ് ഈ വരങ്ങളെ നൽകുന്നത്. അപ്പൊ അത് സ്ഥാപിക്കാനായിട്ട് അപ്പോസ്തലനായ പൗലോസ് 68-ാം സങ്കീർത്തനത്തിനുള്ള ഒരു ഉദ്ധരണി ഇവിടെ പറയുന്നുണ്ട്. അവൻ ഉയരങ്ങളിലേക്ക് കയറി, അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ച് കൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. അപ്പോൾ അത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന 68-ാമത്തെ സങ്കീർത്തനം കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഒരു പ്രവചന സങ്കീർത്തനമാണ്. അവിടെ ദൈവത്തിന്റെ സമാഗമന കൂടാരം സിയോനിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു വലിയ പ്രൊസഷൻ, ഒരു വലിയ ഘോഷയാത്രയെക്കുറിച്ചാണ് 68-ാം സങ്കീർത്തനത്തിൽ പ്രധാനമായും പറയുന്നത്. അപ്പോൾ ആ ഘോഷയാത്രയുടെ അല്ലെങ്കിൽ ദേവാലയത്തിലേക്ക് വരുന്ന ഈ സമാഗമന കൂടാരത്തിന്റെ പിൻപില് തന്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തിയ രാജാവ് അതിന്റെ പിന്നാലെ വരുന്നുണ്ട്. അപ്പൊ ആ രാജാവിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ 68-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, തന്റെ പ്രതിയോഗികളെ എല്ലാം പരാജയപ്പെടുത്തി അവരെ പരാജയപ്പെടുത്തി അവരിൽ നിന്ന് അവരുടെ എല്ലാ അവകാശങ്ങളും കൈപ്പറ്റുന്ന, ദാനങ്ങളെ സ്വീകരിക്കുന്ന ഒരു ഭരണാധിപനെ കുറിച്ച് നമ്മൾ 68-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ പൗലോസ് അതിനെക്കുറിച്ച് പറയുമ്പോൾ ദാനങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതിനേക്കാളും ഉപരി താൻ നേടിയെടുത്തതായിരിക്കുന്ന ദാനങ്ങൾ, നേടിയെടുത്ത ഈ വലിയ അനുഗ്രഹങ്ങൾ മനുഷ്യർക്ക് വിതരണം ചെയ്യുന്നതിനെ കുറിച്ചാണ് പൗലോസ് ഇവിടെ ഊന്നി പറയുന്നത്. അവൻ ഉയരങ്ങളിലേക്ക് കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന നിലയിലാണ് പൗലോസ് ആ വാക്യത്തെ ഉദ്ധരിക്കുന്നത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു തന്റെ മരണ പുനരുത്ഥാനങ്ങളാൽ പൈശാചിക ശക്തികളെ എല്ലാം പരാജയപ്പെടുത്തി സകല അധികാരവും പ്രാപിച്ച്, മത്തായി സുവിശേഷം 28-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു നൽകുന്നതായ അധികാരം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും പ്രാപിച്ച് പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്ന സകലത്തിന്റെയും മീതെയുള്ള കർത്താവാണ് സഭയ്ക്ക് ഈ ദാനങ്ങളെ കൊടുക്കുന്നത്. ഈ ദാനങ്ങളുടെ പ്രാധാന്യം എന്താണ് എന്നതിനെ കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് തന്നെ മുഖവുരയായിട്ട് നമ്മളോട് പറയുന്നത്. അതിനുശേഷമാണ് 4-ാമത്തെ അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ ഈ ദാനങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഈ ദാനങ്ങൾ എന്താണെന്ന് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു തന്നെ സഭയ്ക്ക് കൊടുക്കുന്ന എല്ലാ ദാനങ്ങളെക്കുറിച്ചും ഈ വാക്യത്തിൽ പറയുന്നില്ല. പ്രധാനമായും ശ്രേഷ്ഠവരങ്ങൾ എന്ന് നേരത്തെ പൗലോസ് കൊരിന്ഥ ലേഖനത്തിൽ വിശേഷിപ്പിച്ച വരങ്ങളെക്കുറിച്ചാണ് താൻ പറയുന്നത്. അത് ദൈവസഭയുടെ പണിയില്, ദൈവസഭയുടെ ആത്മീക വർധനവിൽ കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്ന, അല്ലെങ്കിൽ കർത്താവിൽ തികവുള്ളവരായിത്തീരുന്ന, കർത്താവായ യേശുക്രിസ്തുവിന്റെ പൂർണ്ണ പുരുഷത്വത്തോട് അനുയോജ്യമായ നിലയിലുള്ള വളർച്ച പ്രാപിക്കുന്നതിന് കർത്താവ് നൽകിയിരിക്കുന്ന ദാനങ്ങളാണ് ഈ 5 ദാനങ്ങളായിട്ട് പറയുന്നത്. അപ്പൊ അതിനെയും ഞാൻ അടുത്ത ദിവസം നിങ്ങളോട് ഈ ദാനങ്ങളെക്കുറിച്ച്, ഈ 5 ദാനങ്ങളെക്കുറിച്ചും അതിൻ്റെ വ്യാഖ്യാനത്തെക്കുറിച്ചും പറയാം. അത്
എന്തുകൊണ്ട് ഈ പറയുന്ന നമ്മളുടെ മധ്യത്തിൽ പറയുന്ന ആശയം ആ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന കാര്യവുമായിട്ട് ചേരുന്നില്ല എന്നുള്ളതാണ് ഞാൻ നാളെ നിങ്ങളോട് പറയാനായിട്ട് വിചാരിക്കുന്നത്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.